ഞാൻ ഒരു നന്മമരാവാൻ ആഗ്രഹിക്കില്ല. തുടർച്ച ഉണ്ടാവുമല്ലോ. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നെപ്പോലെ എന്താണെന്ന് കഴിഞ്ഞാൽ ഞാനൊരു നന്മമരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളാണ്, സ്നേഹം വരുമ്പോൾ സ്നേഹം. ഞാൻ പറയുന്നത് ഓരോ ഈ സമൂഹത്തിൽ കുറേ ആളുകൾക്ക് കുറേ കടമകൾ ചെയ്ത് തീർക്കാണ്ട്, ആ കടമകൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താ പറഞ്ഞാൽ ചേരിത്തിരിവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വിഷയത്തിലും ഒരു ചേരിത്തിരിവ് ഇവിടെ കാണുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ ആരും അത് അഡ്രസ്സ് ചെയ്യില്ല. പക്ഷെ അത് പോകെ പോകെ വലിയൊരു ദുരന്തത്തിലേക്ക് വന്ന് ഇതാവും. ആരും മോശക്കാരല്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിനും വേണ്ടി എന്താ കോപ്പ് കൂട്ടുകയാണ്. അപ്പം നമ്മൾ എന്താക്കണോ അതിന് ഒറ്റ മാർഗമുള്ളൂ, നിങ്ങൾ സ്നേഹത്തോട് കൂടിയിട്ട് എന്താക്കുക അങ്ങോട്ട്. നമുക്കിപ്പോൾ ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ച് നോക്കി, അത് അലിഞ്ഞു പോകും. ഞാൻ ഇതാണ്, നമ്മളിപ്പോൾ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഈ നന്മമരം എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല? ഇല്ല, തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോരുത്. നമ്മൾ എന്താണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ? ഒരു ടാഗ് ലൈനും പറ്റില്ല. ഒരു ടാഗ് ലൈൻ മനാഫ് തന്നെ. അതേമാതിരി തന്നെ സാറ് തന്നെ. സാറും ഇതേമാതിരി എന്താണ്, നമുക്ക് രംഗത്തേക്ക് ഇറങ്ങി നോക്കാന്നേ. നമുക്ക് അതിനുള്ള നമ്മളെ വീട് എന്തായാലും പട്ടിണിയല്ല. നമുക്ക് കുറച്ച് നേരം സമൂഹത്തിനും വേണ്ടി കൊടുത്ത് വിചാരിച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തരും 30 ദിവസം മാസത്തിലുണ്ടെങ്കിൽ ഒരു 2 ദിവസം സമൂഹത്തിന് കൊടുക്കി, ഒരു വളണ്ടറി വർക്ക് ചെയ്ത് നോക്കി.